അയ്യോ കള്ളൻ 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 എന്റെ വണ്ടി എടുത്തോണ്ട് ഓടുന്നു. എടാ കള്ള വണ്ടി ചാട്ടിയല്ലടാ. അയ്യോ ഓടല്ലേ ഓടല്ലേടേ. എടേ ഓടല്ലേടേ, നിർത്തടേ, പതുക്കെ പോടേ. എടേ ഞാൻ ഓടി എത്തട്ടേ. അയ്യോ ഒന്ന് നിക്കടേ, എന്റെ വണ്ടി. അടിക്കല്ലേ, അടിക്കരുത്. എന്നെ വിട്. രാത്രി വന്ന് വണ്ടി കാക്കു അല്ലയോ? ഈ നാട്ടില് നിനക്ക് എന്റെ വണ്ടിയെ കെട്ടിയുള്ളടേ കാക്ക. നടക്കണേ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇൻസ്പെക്ടർ ലട്ടു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ഈ ലട്ടു സിംഗ് ഉള്ള സ്ഥലത്ത് മോഷണമോ? നിന്റെ തലയ്ക്ക് വെളിവില്ലേ? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ കള്ളന്മാര് മോഷ്ടിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ പറയും ഇങ്ങനെ മോഷ്ടിക്കാൻ നിക്കല്ലേ, അല്ലെങ്കിൽ ലട്ടു സിംഗ് എത്തുമെന്ന്. സാർ ഞാൻ ഈ കള്ളൻ എന്റെ വണ്ടി കക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാർ. എന്നിട്ട് ഞാൻ ഒച്ച ഉണ്ടാക്കി സാർ. എന്റെ പൊന്ന് സാറേ, ഇവൻ തന്നെയാണ് സാറേ കള്ളന്. എന്നിട്ട് ഇവര് നമ്മുടെ ശിവയാണ് സാറേ പിടിച്ചത് തന്നെ. നിനക്ക് ഇംഗ്ലീഷിൽ മനസ്സിലായില്ലെങ്കിൽ ഞാനിത് മലയാളത്തിൽ പറഞ്ഞു തരാം. നിക്ക് സാറേ, പാന്റ് വീണ്ടും ഊരി. സാറിന്റെ ഈ മഞ്ഞ ഷെഡ് വീണ്ടും ഇങ്ങനെ കാണിക്കല്ലേ. വേഗം ആ പാന്റ് മോളിക്ക് ആക്ക്. അല്ല നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ വന്നു? എന്റെ സ്വാമി, ഞങ്ങളുടെ 3 പേരുടെ വീട്ടിലും കളവ് നടന്നു. അത് കൊള്ളാലോ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ കാറ് മോഷണം പോയി. എന്നിട്ട് നിങ്ങൾ മൂവരുടെ വീട്ടിൽ നിന്നും മറ്റേ സാധനങ്ങളും മോഷണം പോയി. എനിക്ക് തോന്നുന്നു നമ്മൾ 4 പേരുടെ പുറകിലും ഏതോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് മാഷേ, ഇവര് എന്റെ കൂടെ എയർപോർട്ട് സെക്യൂരിറ്റിയില് ജോലി ചെയ്യുന്നുണ്ട് സാർ. ഇവരുടെ കൂടെ റിപ്പോർട്ട് എഴുതിയെടുത്തോളൂ സാർ. എത്ര പോലീസുകാരുണ്ടായിരുന്നു? ബോസ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടിയോ? അതും ചെറിയ കുട്ടിയോ? ആ കുട്ടി എങ്ങനെയാണ് ഷേറിനെ പിടിച്ചത്? നീ നുണ പറയുക. നുണ നുണ. ബോസ്, ഞാൻ പറഞ്ഞത് സത്യം. ഷേറു പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ID കാർഡിന് എന്ത് ചെയ്യും? എനിക്ക് ആ സെക്യൂരിറ്റി ഓഫീസറുടെ ID കാർഡ് വേണം. ഇത് നോക്ക്, എന്റെ കയ്യിൽ 3 കാർഡുകളേ ഉള്ളൂ. 4-മത്തേതും ഉടനെ എനിക്ക് കിട്ടണം. ഈ ഓപ്പറേഷന് 4 പേര് ആവശ്യമുണ്ട്. സാർ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവനെ കാണാൻ പോയിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് അവനെ പിടിച്ച സമയത്ത് ID കാർഡ് അവിടെ ഏതോ കുറ്റിക്കാട്ടിൽ ഇട്ടുന്നാ. ആദ്യം എന്താ പറയാഞ്ഞത്? നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ID കാർഡ് കിട്ടണം. ശിവയാണെങ്കിലേ
എന്നും അപകടം പിടിച്ച ജോലികളെ ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ടും ചെയ്യിക്കും. താഴെ സൗകര്യമായിട്ട് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. മോളിൽ എന്തിനാ ഇങ്ങനെ ഒരു സംസാരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയ? ശിവ ഇന്നലെ രാത്രി കള്ളനെ പിടിച്ചിരിക്കുന്നു. അവന്റെ സൈക്കിളിലെ ക്യാമറ ഉപയോഗിച്ച് ആ കള്ളന്റെ ഫേസ് ഷൂട്ട് ചെയ്തിരിക്കുന്നു. അത് നമുക്കിപ്പോ കാണിക്കാൻ പോകുന്നു. ശിവ കാണിക്കില്ലേ? ഒരു ദിവസം ഞാനേ ഒരു കൊള്ളക്കാരനെ പിടിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? എന്റെ ആദി ഒന്നും മിണ്ടാതിരിക്ക്. ശിവ, നീ അതൊന്ന് കാണിച്ചേ. എന്താ ഇത്ര സെക്യൂരിറ്റി? ഇന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്റർ എവിടെ പുറത്തു പോവാണത്രേ. അതുകൊണ്ട് ഇത്രയും സെക്യൂരിറ്റി വന്നിട്ടുള്ളത്. അല്ല, ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. ചീഫ് മിനിസ്റ്റർ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എന്റെ പപ്പയാണ് ഓടിക്കാൻ പോകുന്നത്. അത് നിനക്കറിയോ? എന്റെ പപ്പ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ പോവാണ്. എന്റെ അച്ഛനും ചീഫ് മിനിസ്റ്ററിന്റെ കൂടെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാ. ഏയ് ശരി, ഓക്കെ, വരൂ. എന്താ സംഭവിച്ചത് ഞാൻ കാണിച്ചു തരാം. അവൻ എന്താ താഴെ ഇട്ടു? അവനകത്തുനിന്ന് എന്താ എടുത്തിരിക്കുന്നു? പക്ഷെ അത് ചെടികളുടെ നടുക്ക് പോയി വീണു. അതെ, എന്തോ കറുത്ത കളറിൽ വീണിട്ടുണ്ട്. പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ എന്തിനു കാറിനകത്ത് പോയി അത് എടുക്കണം? എന്തോ പ്രശ്നമുണ്ട്. വരൂ പോയി നോക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അത് എന്താന്ന് കണ്ടുപിടിച്ചാ പറ്റൂ. ഇവിടെയുണ്ടല്ലോ. അത് കണ്ടോ, കുറച്ച് പിള്ളേര് സൈക്കിളിൽ വരുന്നുണ്ട്. പെട്ടെന്ന് എടുക്കണോ. നിൽക്കൂ, നിൽക്കൂ. ഇത് ID കാർഡ് റിബൺ പോലെ ഉണ്ടല്ലോ. ഇതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. വരൂ നമുക്ക് അവരെ പുറകെ പോവാം. ആ കുട്ടി വരുന്ന വരവ് കണ്ടില്ലേ? ചിലപ്പോ ഈ കുട്ടിയായിരിക്കും നമ്മുടെ ഷേരുവിനെ പിടിപ്പിച്ചത്. ഇപ്പൊ എന്നെ പിടിക്കാൻ വരികയായിരിക്കും. വേഗം ഓടിക്കും വണ്ടി, വേഗം ഓടിക്കണേ. താനല്ലോടോ വണ്ടി ഓടിക്കുന്നേ, ഞാനല്ലല്ലോ. ഓ, ഞാനതൊക്കെ മറന്നു. എന്തൊക്കെ അബദ്ധമാണ് എനിക്ക് പറ്റണേ. ഇനി ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കുട്ടി, മര്യാദക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. ഞാൻ മഹാ അലമ്പനാണ്, അറിയോ നിനക്ക്? നിങ്ങൾ ആ ചെടിയുടെ അകത്തുനിന്ന് എന്തെടുത്തോ അത് മര്യാദക്ക് എന്താന്ന് എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ ഞാൻ പൊക്കോളാം. ശരി, ഒറ്റക്കോടാണ് നീ പിടിപ്പിച്ചത്. ഞങ്ങളിവിടെ 4 പേരുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര അപകടകാരികളാണ്. നീ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. ക്ഷമിക്കണം സാറേ, തെറ്റ് പറ്റിപ്പോയി. ഇതായത് പിടിച്ചോ. ഇത് മിസ്റ്റർ സ്വാമിയുടെ എയർപോർട്ട് ID കാർഡ് ആണല്ലോ. നിങ്ങൾ എന്തിനാ ഇത് വെച്ചിരിക്കുന്നത്? വണ്ടിക്കാരാ, എന്ത് പറ്റി ശിവ?
എല്ലാവരും തല്ലുമേടിച്ചിട്ടുണ്ടല്ലോ. എത്ര പേരുണ്ടായിരുന്നു? ഒരു കുട്ടിയായിരുന്നു ബോസ്, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരാള്. നിങ്ങൾ 4 പേരുണ്ടായിട്ടും അടിമേടിച്ച് വന്നിരിക്കുന്നു. മരമണ്ടന്മാർ. എന്റെ പേരിന് കളങ്കം വരുത്തിയിരിക്കുന്നു. ബോസ്, പിന്നൊരു കാര്യം, ID കാർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇതാണ്. എന്റെ അമ്മ. ഇനി ഞാൻ ശരിയാക്കി കൊടുക്കാം. നോക്ക്, പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ റെഡി ആയിക്കോ. ഒരു പ്രാവശ്യം പ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി എന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അപകടകാരികളായ എന്റെ തീവ്രവാദി കൂട്ടുകാരെ ജയിലിൽ നിന്നും മോചിപ്പിക്കും. ഹലോ അങ്കിൾ, ഞാൻ ശിവയാണ്. അങ്കിളുടെ എയർപോർട്ട് പാസ് അവര് മോഷ്ടിച്ചിരിക്കുന്നു. അവര് വന്നത് അത് മോഷ്ടിക്കാൻ വേണ്ടിയാണ്, കാറ് മോഷ്ടിക്കാൻ വേണ്ടിയല്ല. ഐ പക്ഷേ എന്തിന് അവര് എയർപോർട്ട് പാസ് കൊണ്ട് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് ശിവ? അങ്കിൾ, എനിക്കൊരു ചെറിയ സംശയം. അങ്കിളുടെ ഒപ്പം പണിയെടുക്കുന്ന 3 പേരുടെ വീട്ടിൽ ഇന്നലെ മോഷണം നടന്നെന്ന് പറഞ്ഞില്ലേ? അവരുടെ വീട്ടിൽ നിന്നും എയർപോർട്ട് പാസ് മിസ്സായിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റുമോ? അതെ അതെ, പക്ഷെ നിനക്ക് എങ്ങനെ അറിയാം? അതെ, 3 പേരുടെയും ഫോൺ വന്നായിരുന്നു. അവരുടെ എല്ലാവരുടെയും പാസ് മോഷണം പോയെന്ന് പറഞ്ഞു. ഇതിന്റെ പുറകെ വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അങ്കിൾ. അങ്കിളുടെ പാസ് കാറിലുണ്ടെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കാറ് മോഷ്ടിച്ചത്. അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിലും കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പാസുകളും മോഷ്ടിച്ചിരിക്കുന്നു. പക്ഷെങ്കില് ലെവന്മാര് ഈ പാസ് കൊണ്ട് എന്തോന്ന് ചെയ്യുമിടെ? ഇന്ന് ചീഫ് മിനിസ്റ്റർ വിദേശത്തേക്ക് പോവാണല്ലോ. ചിലപ്പോ അത് ഉപയോഗിച്ച് എനിക്കിപ്പോ മനസ്സിലായി. പ്ലെയിൻ ഹൈജാക്ക്. അവര് ചീഫ് മിനിസ്റ്റർ പോകുന്ന പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന് സെക്യൂരിറ്റി ഓഫീസറുടെ പാസ് ആവശ്യമാണല്ലോ. അപ്പോഴല്ലേ അവർക്ക് എയർപോർട്ടിൽ അത് പോകാൻ കഴിയൂ. അങ്കിൾ ഉടനെ തന്നെ പോലീസിനെ വിളിക്കണം. എന്റെ പപ്പയാണ് ആ ഫ്ലൈറ്റിന്റെ പൈലറ്റ്. എന്റെ പപ്പയും മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഉണ്ട്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യാ എന്റെ പപ്പ? വരൂ, ഇപ്പൊ തന്നെ എയർപോർട്ടിലേക്ക് പോവാം. ക്ഷമിക്കണം സർ, ഞങ്ങൾ ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരാണ്. എനിക്ക് താങ്കളെ എയർക്രാഫ്റ്റ് വരെ പിന്തുടരേണ്ടതുണ്ട്. സുരക്ഷാ സംവിധാനമാണ്. താങ്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്നൊരു സൂചന ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സർ. വരൂ വരൂ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ കൂടെ വന്നേ തീരൂ. നിങ്ങൾ എവിടെയോ? താങ്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സർ. പക്ഷെ ഫ്ലൈറ്റിൽ എന്താണ് നിങ്ങളുടെ കാര്യം? കാരണം പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാനല്ലേ വന്നത്. ഹലോ മാനേജർ, ഞാൻ ബാബ സംസാരിക്കുന്നു. ബാബ ഹൈജാക്ക്. മുഖ്യമന്ത്രിയുടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത കാര്യം പറയാനാ വിളിച്ചത്. എന്റെ കസ്റ്റഡിയിലാണ്. അഥവാ ബാബയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പിന്നീട് ഒരിക്കലും വരില്ല. എന്നാലും ബാബ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ ബാബയാണ്, പക്ഷേ ജൂനിയർ ബാബ. ആ ബാബ സീനിയർ ആണ്. ആ ബാബയോടൊപ്പം 5 തീവ്രവാദികൾ കൂടിയുണ്ട്. അവരെയും മോചിപ്പിക്കണം. ഇല്ലെങ്കിൽ കമാൻഡോസ് എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ താഴേക്കിടുക. എന്നിട്ട് റൺവേക്കടുത്തുള്ള ഗോഡൌണിലേക്ക് ഉടനെ പോവുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമായി മാറും. വീണ്ടും വീണ്ടും ഞാൻ കാര്യങ്ങൾ പറയാറില്ല. വേഗമാകട്ടെ. അയ്യോ, ഇനി എനിക്ക്
എനിക്ക് എന്റെ കൂട്ടുകാരെ മോചിപ്പിക്കാം. എന്നിട്ട് ഗവൺമെന്റിൽ നിന്നും എനിക്ക് 50 കോടി രൂപയും തരണം. പൈലറ്റിനോട് പറയൂ പ്ലെയിനിനെ എന്റെ രഹസ്യതാവളത്തിലെത്തിക്കാൻ. നമുക്ക് ഈ പ്ലെയിൻ തിരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. കള്ളം പറയാതിരിക്കേ. ഇൻഡിക്കേറ്റർ നോക്കിയേ. ഉടനെ തന്നെ പോയി ചെക്ക് ചെയ്യോ. നീ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് റീഫ്യൂലിംഗ് ചെയ്തതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യോ ഉടനെ. ഇവനെങ്ങനെ ഇതിനകത്ത് വന്നു? ശിവ, നീ ഇവിടെ എന്ത് ചെയ്യാ? പിടിക്കവനെ. ഇവൻ എവിടുന്ന് വന്നു? എന്റെ ഊഹം ശരിയാണെങ്കിൽ നീയാണ് ആ കുട്ടി അല്ലേ? ഞങ്ങളുടെ ഷേരുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവൻ. നീ വളരെ പരാക്രമിയാണല്ലേ? ബൈ ബൈ പരാക്രമി മോനെ. എന്റെ എല്ലാ പ്ലാനിങ്ങും നീ തകിടം മറിച്ചു അല്ലേ? പക്ഷേ എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ബോസ്, കുട്ടിയുടെ തല്ല് മേടിച്ചെന്ന് പറഞ്ഞ് ബോസ് ഞങ്ങളെ ഒരുപാട് തല്ലിയില്ലേ? ഇപ്പൊ ബോസിന് കിട്ടിയില്ല അവന്റെ കയ്യിൽ നിന്ന് കുറെ തല്ല്. അവന് 10 കുട്ടികളുടെ ബലമാണുള്ളത്. ഞാനും ഒട്ടും മോശമല്ല. അവനെ ഉടൻ തന്നെ ഞാൻ ശരിയാക്കും. അയാളെ വിടല്ലേ മോനെ, നന്നായിട്ട് ഇടിച്ചോ. ഇടിച്ചേക്ക് പരത്തിയേക്ക്. അടിപൊളി. കലക്കി ശിവ.
കൊടുക്കുന്നല്ലോ. അടിക്ക് അടിക്ക് നല്ലോണം ഇടി കൊടുക്ക്. ശിവ തന്നെ ജയിക്കും. കലക്കി കൊടുക്ക്, അങ്ങനെ തന്നെ കൊടുക്ക് ശിവ. ആ മൊട്ടത്തല്ലില് നല്ല ഇടിയിടിക്ക്. വേഗം ചെല്ല്. ആരാണ് നിങ്ങൾ? എത്ര ബലവാനാണ് നീ? നീ ഏത് തരക്കാരനാടാ? Allow me to introduce myself. I am Shiva. പപ്പാ പപ്പാ മോളെ ശിവ, നിന്റെ ധീരകൃത്യം എനിക്ക് വളരെ സന്തോഷം തരുന്നു. ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു സമ്മാനം വാങ്ങി തരാം. 3 cheers to ശിവ. എല്ലാരും പറയൂ. Hip hip hooray! Hip hip hooray!